അവൻ അഭയല്ല, എന്റെ ആദിശേഷന, എന്റെ മനസ്സിലെ രാജാവ്, എന്റെ ജീവിതത്തിന്റെ നാഥൻ, എന്റെ മരുഭൂമിയായ ജീവിതത്തിൽ പ്രണയത്തിന്റെ സ്പർശം തരാനായിട്ട് വന്നവൻ. ഇവൻ ആദിശേഷനാണെന്ന് ശിവാനിയോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ കാണുമ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ തോന്നുന്നത്. ഒരുപക്ഷെ ശിവാനിയോടുള്ള പ്രണയം എങ്ങാനും കുറഞ്ഞു കാണോ? എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ദിവാകർ, ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചു തരും. അത് എത്രയും പെട്ടെന്ന് എനിക്ക് വേണം. ബൈ. അബൈ, ഇത് കുടിക്കേ. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ ടീയാ. വേണ്ട, എനിക്കിഷ്ടമല്ല. എന്താണോ നമുക്ക് ഇഷ്ടമില്ലെന്ന് വിചാരിക്കുന്നത് അതായിരിക്കും പിന്നീട് ഇഷ്ടമാവുന്നത്. നമുക്കിഷ്ടമില്ലെന്ന് കരുതി വെറുതെ ഇരുന്നു കഴിഞ്ഞാ നമുക്ക് വേണ്ടുന്നതും വേണ്ടപ്പെട്ടവരെയും നഷ്ടപ്പെട്ടു പോകും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് വേണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ശരി, വിട്. ഈ ക്ഷണത്തേക്ക് ഇഷ്ടമാവാത്തത് അടുത്ത നിമിഷം ഇഷ്ടമായേക്കാം. ഞാൻ ഇവിടെ വച്ചേക്കാം. വേണ്ടപ്പോ എടുത്തു കുടിക്കേ. മോസ്റ്റ്ലി ആ നിമിഷം ഒരിക്കലും വരില്ലെന്ന് തോന്നുന്നു. അടുത്ത നിമിഷം തന്നെ നമ്മുടെ കയ്യിലില്ലെന്നുള്ളപ്പോ അതിങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കരുതുന്നത് തെറ്റായിരിക്കും. ദിഗ്വിജയ, കണ്ടോ നീ? ഗുരുക്കളെ, അങ്ങ് പൂജ ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷേങ്കിൽ ആദിശേഷന്റെ ഈ ചിത്രം എന്തിനാണ്? ദിഗ്വിജയ, ഇപ്പോൾ ഞാൻ ഇവിടെ നടത്തുന്നത് സാധാരണ പൂജയല്ല, മഹാപൂജയാണ്. ആദിശേഷന്റെ ശത്രുവിനെ ആവാഹിക്കുന്ന പൂജയാണിത്. ആദിശേഷന്റെ നിഴൽ കണ്ടാൽ ഉടൻ തന്നെ അവനെ മരണത്തിന്റെ മഹാഗർത്തത്തിലേക്ക് അയക്കാനാകുന്ന ശത്രുവിനെ ആവാഹിക്കുന്ന പൂജ. അവന്റെ ശത്രുവിനെ കണ്ട ക്ഷണം തന്നെ അവനിൽ വരുന്ന മാറ്റം നീ ശ്രദ്ധിക്കൂ. അവനിൽ ഉറയുന്ന ക്രോധാഗ്നി നീ ശ്രദ്ധിക്കൂ. ഇന്നു ഞാൻ നടത്തുന്ന പൂജ ഇന്നുവരെ ഞാൻ നടത്താത്ത പൂജയാണ്. കാരണം എന്തെന്നാൽ നമ്മുടെ മുന്നിലുള്ളത് സാധാരണ ശത്രുവല്ല, മഹാശക്തിശാലിയായ ശത്രു. നാഗലോകത്തിലെ മഹാശക്തിശാലിയാണിവൻ. എന്താ നിങ്ങളിങ്ങനെ നോക്കുന്നത്? ഓ, നോക്കുന്നത് തെറ്റാണോ? നോക്കുന്നത് തെറ്റല്ല, പക്ഷെ ഇങ്ങനെ നോക്കുന്നത് തെറ്റാണ്. ഞാൻ അതിന് നിങ്ങളെ തെറ്റായിട്ടൊന്നും നോക്കിയില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ ഈ വല്ലാത്ത നോട്ടം എനിക്ക് തെറ്റായിട്ട് തന്നെ തോന്നുന്നത്. അവൾ ഈ നോക്കുന്നത് ശരിയായിട്ടാണെന്ന് മനസ്സിനോട് ഒരു തവണ പറഞ്ഞു നോക്ക്. എല്ലാം ശരിയായിട്ട് തന്നെ കാണും. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിചിത്രമായി സംസാരിക്കുന്നത്? വിചിത്രത്തിന്റെ ഉള്ളിലൊരു ചിത്രം ഉണ്ടാബേ സാറേ, അത് നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. നോക്കൂ, ഇത്ര ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യൂ. എനിക്കിങ്ങനെ പെരുമാറുന്നൊന്നും ഇഷ്ടമല്ല. അടുത്തിരുന്നെന്ന് വെച്ച് എന്താ തെറ്റ്? നോക്കൂ മിസ് മായ. മായ മേഡം, നിങ്ങൾ എന്റെ ഫ്രണ്ട് അല്ല, റിലേറ്റീവ് അല്ല, പരിചയമുള്ള ആൾ പോലും അല്ല. അങ്ങനെയുള്ള നിങ്ങൾ എന്റെ അടുത്ത് വന്നിരുന്നാൽ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാവും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്.
നോക്കൂ, ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഞാൻ എല്ലാവരെയും സംശയത്തോടെ മാത്രമേ നോക്കാറുള്ളൂ. എന്റെ അടുത്ത് നിങ്ങൾ ഇത്രത്തോളം ക്ലോസ് ആവാൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് എന്തോ വലിയ തെറ്റ് ചെയ്തിട്ട് അത് മൂടി വെക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. നോക്കാപ്പേ, നിങ്ങൾ ആരാണ് എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാം. നിങ്ങളൊരു സിൻസിയർ പോലീസ് ഓഫീസറാ. നിങ്ങളെ പോലെയുള്ളവരെ കാണുമ്പോ കാര്യം പറയണമെന്ന് തോന്നും, അതുകൊണ്ട് സംസാരിച്ചു. എന്നാൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങളോട് ചോദിച്ചോളാം. ഞാൻ ഇവനോട് എത്ര തന്നെ അടുക്കാൻ ശ്രമിച്ചാലും ദൂരേക്ക് അകന്നു പോവാണിവൻ. വേഷവും സംസാരവും പെരുമാറ്റവും എല്ലാം മാറിക്കൊണ്ട് വന്നിട്ടും അവിടെ അവന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് ശിവാനി മാത്ര. അതുകൊണ്ടാണ് ഞാൻ അവന്റെ അടുത്തേക്ക് പോകുമ്പോഴെല്ലാം അവൻ എന്നിൽ നിന്ന് ദൂരേക്ക് പോകുന്നത്. ആദിശേഷ, ഈ ക്ഷണം നീ ചിലപ്പോ എന്നിൽ നിന്ന് ദൂരേക്ക് പോയിട്ടുണ്ടാവും. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നീ എന്നിലേക്ക് അടുക്കും. അവൾ നിന്നിൽ നിന്നും ദൂരേക്ക് പോയി കഴിഞ്ഞാൽ നീ എന്നിലേക്ക് അടുക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി എല്ലാം ഞാൻ ചെയ്യും. ഓം ജ്വാലമാലിനി, ഓം രുദ്രമാലിനി, ഓം രക്തപ്രസാദിനി, ഓം മഹാശക്തി സർപ്പസൂപിണി ആവാഹയാമി. ജ്വാലമാലിനി തായേ, ശതകോടി പ്രണാമം നിനക്ക്. ഈ ആദിശേഷന്റെ മരണത്തിന് വേണ്ടി മഹാകാളസർപ്പസൂപിണിയെ അയച്ചതിന് നിനക്ക് 1000 പ്രണാമങ്ങൾ തായേ, 1000 പ്രണാമങ്ങൾ. ഗുരുക്കളെ, ഇതെന്താണിത്? നിങ്ങൾ ഈ ചെയ്യുന്ന പൂജ കണ്ടപ്പോ ഞാൻ ഏതെങ്കിലും ഒരു ബ്രഹ്മാസ്ത്രം വരുത്തുമെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോ ഇതാ ഒരു പാമ്പിനെയല്ലേ വരുത്തിയിരിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ ഗുരുക്കളെ, ഈ ആദിശേഷൻ നാഗലോകത്തിന്റെ മഹാരാജാവാണ്. അവന്റെ മുമ്പിൽ ഈ പാമ്പ് വെറും പുഴു മാത്രമാണ്. ദിഗ്വിജയ, ഇതിന്റെ ആകാരം കണ്ടു നീ ഇതിന്റെ ശക്തി അളക്കാൻ നിൽക്കണ്ട. ഇത് സാധാരണ ഒരു അസ്ത്രമല്ല, പ്രബലമായ നാഗാസ്ത്രമാണ്. നാഗാസ്ത്രം? തായി ജ്വാലമാലിനി, ഇതിന്റെ ശരിക്കുള്ള ആകാരം ഇവന് കാട്ടിക്കൊടുക്കൂ. കണ്ടോ ദിഗ്വിജയ, ഇതിന്റെ ശരിക്കുള്ള രൂപം നീ കണ്ടോ? അമ്പരചുംബിയായി നിൽക്കുന്ന ഈ നാഗാസ്ത്രത്തെ നീ കൺതുറന്ന് കാണൂ. പരമേശ്വര, എന്തായി കാണുന്നത്? നാഗലോകത്തിൽ ഭയമോ? നാഗങ്ങളെല്ലാം ഭയന്ന് വിറയ്ക്കുന്നു. മഹാവിപത്തിനെ സൂചിപ്പിക്കുന്ന ചുവന്നിരിക്കുന്ന മഴവില്ല് പ്രത്യക്ഷമായിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം കാരണം എന്താണ്? പരമേശ്വര, മഹാദേവ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഏത് ഘോര അനർത്ഥത്തിന്റെ സൂചനയാണ് അങ്ങീ തരുന്നത് മഹാദേവ? ഈ ലോകം പേടിച്ചു വിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാഗങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അറിയൂ മഹാദേവ, മഹേശ്വര.
ഗുരുക്കളെ എന്താ ഇത്? കാണുന്നില്ലേ, ഇതാണ് ഇവന്റെ ശരിക്കുള്ള രൂപം. ഇവന്റെ വലിപ്പത്തിന് മുന്നിൽ ആകാശം പോലും നിഷ്പ്രഭമാണ്. സൂര്യചന്ദ്രന്മാരെ പോലും വിഴുങ്ങാൻ പ്രാപ്തിയുള്ളവനാണിവൻ. ഇവനൊരു സാധാരണ അസ്ത്രമല്ല, പ്രബലമായ നാഗാസ്ത്രമാണ്. നാഗലോകവും ദാനവലോകവും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ദാനവർക്കൊപ്പം നിന്നു എന്ന കാരണത്താൽ നാഗലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ട സർപ്പസൂപിണിയാണിവൻ. ദേവദാനവരുടെ വരദാനം ലഭിച്ച ഏക സർപ്പസൂപിണിയാണിവൻ. ഇവന്റെ ശക്തിക്ക് മുന്നിൽ ആദിശേഷൻ പോലും വെറും തൃണത്തിന് സമാനമാണ്. ഇവന് ലഭിച്ച ആ വരത്താൽ സർവനാഗലോകത്തെ വേണമെങ്കിലും ഒറ്റയ്ക്ക് എതിർക്കാൻ സാധിക്കും ഇവന്. പിന്നെ ഈ ആദിശേഷൻ തൃണമല്ലേ ഇവന്? ഗുരുക്കളെ, ഈ സർപ്പത്തിനെ പറഞ്ഞയച്ചാൽ ആദിശേഷനെ വധിക്കാൻ സാധിക്കുമോ? അങ്ങനെയല്ല, ഇവന് നീ ഒരു വഴികാട്ടിയായി മാറണം. ആദിശേഷൻ അടുത്തെത്താനുള്ള വഴികാട്ടി. ഞാനോ? ഇത്രയും വലിയ സർപ്പത്തിനെയോ? അതെ, നീ തന്നെ. എങ്ങനെയാ ഗുരുക്കളെ? പറഞ്ഞു തരാം ഞാൻ. എന്റെ ഭഗവാനെ, ഇതെന്താണ് ഇതൊക്കെ? പരമേശ്വര, എന്താണിതെല്ലാം? ഗുരുദേവ, ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? നമ്മുടെ ലോകത്ത് ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? ചുവന്ന നിറമുള്ള മഴവില്ല് കാണുന്നു. നാഗലോകത്തിന്റെ മൂലകളിൽ ത്രിജ്വാലകൾ കാണുന്നു. ഇത് അപായത്തിന്റെ മുൻസൂചനയാണോ ഗുരു? അതേ നാഗമാത, നമ്മുടെ ഈ ലോകം അപായത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപായമോ? എന്തുകൊണ്ടാണ് ഈ അപായം ഗുരുദേവ? അവന്റെ ആഗമനമായിരിക്കുന്നു. മഹാദുഷ്ട സൂപണി നമ്മുടെ ലോകത്തിന്റെ ആൾ തന്നെയാണെങ്കിലും ആസുര ഗുണമുള്ള കാരണം കൊണ്ട് തന്നെ വാമമന്ത്രവാദികൾ അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാദ്യമായിട്ടൊന്നുമല്ല. ഇപ്പോൾ ഭൂമിയിലേക്ക് അവന്റെ പ്രവേശനമായിരിക്കുകയാണ്. അവന്റെ ആഗമനം ഭൂലോകത്തേക്കാണെങ്കിലും നമ്മുടെ നാഗലോകത്തിന് എന്തുകൊണ്ടാണ് അപായ സൂചന? അവൻ വന്നത് ഭൂമിയിലേക്കാണെങ്കിലും അത് കാരണം കഷ്ടമുണ്ടാവുന്നത് ഈ നാഗലോകത്തിനാണ്. അവൻ വന്നിരിക്കുന്നത് ഭൂമിയിലുള്ള നമ്മുടെ സമസ്ത നാഗലോകവാസികളെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഭൂമിയിലുള്ളത് എന്റെ മകൻ ആദിശേഷനും പിന്നെ ശിവാനിയും. അവർക്ക് ശല്യം ചെയ്യാനാണോ ഇവൻ വന്നിരിക്കുന്നത്? ആയിരിക്കും നാഗമാത. അപായം സംഭവിക്കുക ചിലപ്പോൾ ആദിശേഷന് തന്നെയായിരിക്കും. സൂപിണി, വന്നീ ഫലത്തിലേക്ക് പ്രവേശിക്കൂ. ദിഗ്വിജയ, നീ ഇതിവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ആദിശേഷൻ ഉള്ളയിടത്ത് നിക്ഷേപിക്കൂ. ഗുരുക്കളെ, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ഇത്രയും വലുതെങ്ങനെ എടുത്തോണ്ട് പോവാനാ? ഓം ജ്വാലമാലിനിയേ നമഃ. കൊണ്ടുപോകൂ ദിഗ്വിജയ. ദിഗ്വിജയ, നീ വേഗം ഇത് കൊണ്ടുപോയി ആദിശേഷൻ ഉള്ളയിടത്ത് നിക്ഷേപിക്കൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സൂപിണി പുറത്തേക്ക് വരുന്നതാണ്. സൂപിണി പുറത്തു വന്നു കഴിഞ്ഞാൽ ആദിശേഷന്റെ കഥ അവസാനിച്ചു. ഭയപ്പെടേണ്ട ദിഗ്വിജയ,
ധൈര്യമായി പോകൂ. ഓം ജ്വാലമാലിനി. പരമേശ്വര, എന്റെ മക്കൾ, ഞാനിപ്പോ തന്നെ ഭൂലോകത്തേക്ക് പോയി വരാം. അനുവദിച്ചാലും. വേണ്ട നാഗമാത, ഞാൻ തന്നെ ഉടനെ ഭൂമിയിലേക്ക് ചെന്ന് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരാം. അവിടെ ആദിശേഷൻ എന്തെങ്കിലും കഷ്ടമുണ്ടാവുകയാണെങ്കിൽ അത് നാഗലോകത്തെ തന്നെയായിരിക്കും ബാധിക്കുക. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാത്ത രീതിയിൽ എന്തെങ്കിലും വേഗം അവിടെ ചെയ്തേ മതിയാവൂ. പരമേശ്വര, എന്റെ മകൻ ആദിശേഷൻ ഭൂമിയിലുണ്ട്. അവന് ചുറ്റും അപായത്തിന്റെ സൂചനയാണ്. അവൻ എവിടെയുണ്ടെങ്കിലും നീ തന്നെ രക്ഷിക്കണം ദേവാ. നീ തന്നെ രക്ഷിക്കണം ദേവാ. മഹാദേവ, രക്ഷിക്കൂ, രക്ഷിക്കൂ ദേവാ. ആദ്യം ഈ ഗാഢസർപ്പമുള്ള നാരങ്ങ സേഫായിട്ട് എവിടെയെങ്കിലും എടുത്തു വെക്കണം. ഇല്ലെങ്കിൽ ഭയം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. ഇതെങ്ങാനും പുറത്തു വന്നാൽ ആദിശേഷന്റെ മരണമല്ല, ചിലപ്പോൾ എൻ്റെ മരണം തന്നെ സംഭവിക്കും. അളിയ, അല്ല, കൊച്ചളിനായിരുന്നോ? ഞാൻ കരുതി വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. ഓ ഗോവിന്ദ, നോൺസെൻസ്. വരുമ്പോ ലൈറ്റ് ഇട്ടിട്ട് വരണ്ടേ? നിങ്ങൾക്കും ആവായിരുന്നല്ലോ. അല്ല കൊച്ചളിയാ, ഞാൻ ലൈറ്റ് ഇടണമെന്ന് വിചാരിച്ചാ വന്നത്. അതിടാൻ വേണ്ടി വന്നപ്പോഴാ കൈ തട്ടിയിട്ട് ഇങ്ങനെ. നീ ചെയ്യാൻ വന്ന പണി ആദ്യം ചെയ്തിട്ട് പോവാൻ നോക്ക്. ചെല്ലേ. ആ ശരി കൊച്ചളിയാ. ഒരു കാര്യം ചെയ്യാം, ഈ നാരങ്ങ ഇപ്പൊ തന്നെ ആദിശേഷന്റെ മുറി വെച്ചാ ആർക്കും ഒരു സംശയം തോന്നില്ല. ഹലോ മിസ്റ്റർ ധനഞ്ജയ്, എന്താണിത്? നിങ്ങളാകെ വേർതിരിക്കുകയാണല്ലോ. അങ്ങനെയൊന്നുമില്ല, ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ചുമ തോന്നുന്നതായിരിക്കും. നീരുള്ള ഗർദം ബമർദം ഉരകപതാകം. അർത്ഥം മനസ്സിലായില്ലേ? ആ ദുര്യോധനൻ വൈശംപായന സരോവരത്തിൽ ഒളിച്ചിരുന്നിട്ട് പോലും വിയർക്കുമായിരുന്നത്രേ. എന്താണ് മിസ്റ്റർ ധനഞ്ജയ്, വെളിച്ചത്തിലും നിങ്ങൾ വിയർക്കുന്നുണ്ടല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾ ഈയിടെയായിട്ട് വല്ലാണ്ട് വിയർക്കുന്നുണ്ടെന്ന്. ധനഞ്ജയ്, എന്താടാ ഇങ്ങനെ? ഒരു നേരം പോലും നിന്നെ ഈ വീട്ടിൽ കാണത്തില്ല. നീ എങ്ങോട്ടാ പോന്നേ, എപ്പോഴാ വരുന്നേ, ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നീ ഇതെങ്ങോട്ടാ? അത് പിന്നെ പുറത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാ. ഓ, തൃശ്ശൂലിനെ എവിടെയെങ്കിലും കാണാനില്ലല്ലോ, പുറത്ത് അന്വേഷിക്കാൻ വേണ്ടി പോയതായിരിക്കും. അതെ അതെ അതെ. എന്നിട്ട് എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും അറിഞ്ഞില്ല, ഒരു പിടിയും കിട്ടിയില്ല. എന്താടാ നീ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഒരിക്കലും നീ ഇങ്ങനെ പെരുമാറാറില്ലല്ലോ. എന്താ നിനക്ക് പറ്റിയത്? എനിക്ക് ഒന്ന് ഉറങ്ങണം, വല്ലാത്തൊരു തലവേദന പോലെ. ഇതുമൂലം മുന്നോട്ട് സംഭവിക്കുന്നതിനെ പറ്റി എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു ഇപ്പൊ തന്നെ. നന്ദീശ, ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ നാരങ്ങ നെല്ലിക്ക് പോലെ ഉണ്ടല്ലോ. രാവിലെ നമുക്ക് നാരങ്ങളും കുടിക്കാം. ഇതാ അമ്മായി.
ഇതെന്താ കൊച്ചളിയ? കൊച്ചളിന് നാരങ്ങളും വേണോ? വേണ്ട. വേണ്ടെന്നോ? ഓ, സർബത്തിനായിരിക്കും അല്ലേ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താണ് മിസ്റ്റർ ധനഞ്ജയ്, നാരങ്ങ പോക്കറ്റിൽ വെച്ചിട്ടാണോ നടക്കുന്നേ? എന്താണ് കാര്യം? അത് ഈ മന്ത്രവാദവും മറ്റും ചെയ്യുന്നവരുടെ കയ്യിൽ നാരങ്ങ എപ്പോഴും ഉണ്ടാവുമല്ലോ. അങ്ങനെ എങ്ങാനും